പ്രതിപക്ഷ ഉപനേതാവ് സംബന്ധിച്ച LDF-ൽ നടന്ന ചർച്ച, CPM-ഉം CPI-യും തമ്മിൽ നടന്ന ചർച്ച പരാജയം. കീഴ്വഴക്കം മാറ്റണമെന്ന് ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ ഉപനേതാവ് പദവി CPM-ന് എന്നുള്ള കീഴ്വഴക്കം മാറ്റണം, അത് മാറ്റാനാവില്ലെന്ന് MV ഗോവിന്ദൻ മറുപടി നൽകി. ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ അതൃപ്തി മറച്ചുവെക്കാതെയാണ് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. LDF-ന് CPI കൊടുക്കുന്ന പ്രാധാന്യം CPM-ഉം കൊടുക്കണമെന്ന് ബിനോയ് വിശ്വം തുറന്നടിച്ചു. LDF-ന്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി, CPI-ക്കും CPM-നും ഒന്നിച്ചു പോകാൻ വേണ്ടി അത്യാവശ്യമായ തീരുമാനങ്ങൾ CPI-ക്കും CPM-നും എടുക്കാൻ കഴിയും. ഒരു വിട്ടുവീഴ്ചക്ക് CPM തയ്യാറാവുന്നില്ല എന്നാണോ? അപമാനമൊന്നുമില്ല ഇതിനകത്തൊന്നും. അപമാനം എന്താ? രാഷ്ട്രീയ സംസാരമല്ല, ചർച്ചയല്ല. അപമാനം എന്താണ്? അതുകൊണ്ട് ചർച്ച വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പദവി തരാനാവില്ലെന്ന് CPM പറയുന്നത്? അല്ല, എന്താണ് CPI-യോട് പറഞ്ഞേക്കുന്നത്? അവർ പറയട്ടെ. അല്ല, CPI-യോട് എന്താണ് പറഞ്ഞേക്കുന്നത്? അവർ പറയട്ടെ. രാഷ്ട്രീയ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ട പക്വത ആ പാർട്ടിക്കുണ്ട്, ഞങ്ങൾക്കതുണ്ട്, അവർക്കുമുണ്ട്. മുന്നണിയുടെ നല്ല പുരോഗതിക്കും നല്ല മുന്നോട്ട് പോക്കിനും ഞങ്ങൾ തയ്യാറാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. അതിൽ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയാണത്, ജനാധിപത്യത്തിൻ്റെ മുന്നണിയാണത്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPI-ക്ക് പറ്റും, CPM-ന് പറ്റും. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, സാധാരണ CPM-ഉം CPI-യും തമ്മിൽ ആശയകാര്യങ്ങളിൽ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെ കാര്യത്തിലൊക്കെ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. CPI ശക്തമായ നിലപാടെടുക്കാറുണ്ടെങ്കിലും ഇങ്ങനെ ഒരു പദവി സംബന്ധിച്ചൊരു തർക്കവും എന്ത് അപമാനമെന്ന് അദ്ദേഹം ചോദിക്കുമ്പോഴും അപമാനിതനായ ഒരു മുഖഭാവത്തിലാണ് അദ്ദേഹം പറയുന്നത്. ഇത് മുന്നണിക്കകത്ത് CPM-ഉം CPM-ഉം തമ്മിലുള്ള ഉഭയ കക്ഷി ബന്ധത്തിൽ ഒരു കാര്യമായ പ്രശ്നം സൃഷ്ടിക്കുകയാണ്. തീർച്ചയായിട്ടും CPI-യുടെയും CPM-ന്റെയും ബന്ധത്തെ വല്ലാതെ ഉലയ്ക്കുന്നതാണ് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വിവാദം. ഭരണപക്ഷത്ത് മാത്രമല്ല, പ്രതിപക്ഷത്ത് നിന്ന് കഴിഞ്ഞാലും വലിയ തരത്തിലുള്ളൊരു പ്രശ്നങ്ങൾ ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. പരസ്യ നിലപാട് ആദ്യം ഈ വിഷയത്തിലെടുത്തത് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വമാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് ഈ കാര്യം തന്നെ തുറന്നടിച്ചു. ഇനി ഏതായാലും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ലഭിക്കണമെന്നുള്ളത്. അന്നേരം തന്നെ CPM-ന്റെ മുതിർന്ന നേതാക്കൾ, LDF കൺവീനർ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഇങ്ങനെ ഒരു കീഴ്വഴക്കം നൽകാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഒരു തീരുമാനം അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. അതിനുശേഷം പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തി. കത്ത് മുഖാന്തരം CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വം CPM-ന്റെ സെക്രട്ടറിയെ രേഖാമൂലം തന്നെ ഈ ആവശ്യം അറിയിക്കുകയും ചെയ്തു. പക്ഷേ CPM-ഉം CPI-യും അതേ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. വലിയ പ്രതിസന്ധി ഇപ്പോൾ മുന്നണിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം അടുത്ത 2 ആഴ്ച കഴിയുമ്പോൾ ഇനി ബജറ്റുണ്ട്, ബജറ്റിന്റെ സമ്മേളനമുണ്ട്. പ്രതിപക്ഷം ഒന്നായി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ആ സമയത്താണ് ഇപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികൾ തമ്മിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി അടികൂടുന്നത് എന്ന് തന്നെ പറയാം. പരസ്യ നിലപാട് സാധാരണഗതിയിൽ ഇങ്ങനെ LDF നേതാക്കൾ എടുക്കാത്തതാണ്. അതിന് വിപരീതമായിട്ടുള്ള രംഗങ്ങളാണ് യഥാർത്ഥത്തിൽ കണ്ടുവരുന്നത്. അത് തുറന്ന് തന്നെ പറയാനും CPI-യുടെ സംസ്ഥാന സെക്രട്ടറി മടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ സങ്കീർണമായ ഒരു അവസ്ഥയിലൂടെയാണ് LDF കടന്നു പോകുന്നത്. പാർലമെന്ററി പാർട്ടി യോഗം പോലും ചേർന്ന് കാര്യങ്ങൾ ഇനി തുടർന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അതുപോലും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തോൽവി അത് വിലയിരുത്തുന്നതിന് വേണ്ടി പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു സങ്കീർണമായ അവസ്ഥയിലാണ് നിലവിലുള്ളത്. ഏതായാലും രണ്ട് പാർട്ടികളും കടുംപിടുത്തം തുടരുകയാണ്. പാർട്ടി സെക്രട്ടറിമാരെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അങ്ങനെയെങ്കിൽ പാർട്ടിക്കകത്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും. ശരി, AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്. LDF-ന്റെ പ്രതിപക്ഷ സ്ഥാനത്ത് LDF-ന്റെ തുടക്കത്തിൽ തന്നെ ഒരു വലിയ തർക്കം അല്ലെങ്കിൽ ഒരു വലിയ അഭിപ്രായ ഭിന്നത രൂപപ്പെടുകയാണ്. ഇനി ഇത് എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.